അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡുകളാണ്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പാസ്റ്റ് ഓറിയൻറ്റഡ് മെത്തേഡ്സിൽ ഒരു 3 പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്യൂച്ചർ ബേസ്ഡ് അപ്രൈസൽ പഠിക്കാം. അപ്പോൾ ആദ്യം പാസ്റ്റ് ഓറിയൻറ്റഡ് മെത്തേഡ്സിൽ 3 പഠിക്കാനുണ്ട്. ഒന്നാമത്തത് റാങ്കിങ് മെത്തേഡ്, രണ്ടാമത്തത് പയർഡ് കമ്പാരിസൺ മെത്തേഡ്, മൂന്നാമത്തത് കമ്പാരറ്റീവ് ഇവാലുവേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡുകളാണ്. റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും. സുപ്പീരിയർ റാങ്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അതെങ്ങനെയാണ് റേറ്റിംഗ് തുടങ്ങുക? ബെസ്റ്റ് ടു വേഴ്സ്, അതായത് നല്ല ആൾ തൊട്ടിട്ട് ഏറ്റവും മോശപ്പെട്ടവരെ അയാൾ എന്ത് ചെയ്യുന്നു? റാങ്ക് ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി പയർഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ഈച്ച് എംപ്ലോയി ഈസ് റേറ്റഡ് വിത്ത് അനദർ എംപ്ലോയി ഇൻ ദ ഫോം ഓഫ് പയേഴ്സ്. അത് പയർ എന്ന ജോഡികളാണല്ലേ. അപ്പോൾ രണ്ട് ജോഡി അങ്ങനത്തെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരു എംപ്ലോയീസിനെ കമ്പയർ ചെയ്തിട്ട് അവരെ വെച്ചിട്ട് മറ്റേ ആളുകളെ കമ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് മറ്റൊരാളെ പെർഫോമൻസിനായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെന്ത് പയർഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയും. ഇപ്പം നമ്മൾക്കറിയാൻ വേണ്ടി നമ്മൾ കോളേജിൽ ഒരു ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ നടത്തിയിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണ് അവിടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്തത്? ഓരോ ഗ്രൂപ്പിൻ്റെയും പെർഫോമൻസ് മറ്റൊരു ഗ്രൂപ്പിനായിട്ട് കമ്പയർ ചെയ്തിട്ട് ഹൂ ഇസ് ദ ബെസ്റ്റ് ടീം, അല്ലേ? അതാണ് പയർഡ് കമ്പാരിസൺ മെത്തേഡ്. ഈ കമ്പാരറ്റീവ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ റാങ്കിങ് മെത്തേഡിൻ്റെയും പയർഡ് കമ്പാരിസൺ മെത്തേഡ് എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്തിട്ട് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഉള്ളൊരു മറ്റൊരു ഫോർമാറ്റാണ് എന്ത്? കമ്പാരറ്റീവ് ഇവാലുവേഷൻ മെത്തേഡ്. These are the collection of different methods that compare the performance of that other co-workers. അതായത് ഇവരെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ് ഉണ്ടായിരിക്കും. അതേ സ്റ്റേജിൽ, അതേ ലെവലിൽ, അതേ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവരെ എന്ത് ചെയ്യുന്നു? അവരെ വെച്ചിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യും. അതിനവർ ഉപയോഗിക്കുന്ന ഒന്നുകിൽ റാങ്കിങ് മെത്തേഡോ പയർഡ് കമ്പാരിസൺ മെത്തേഡോ ആയിരിക്കും. അപ്പോൾ ഈ 3 മെത്തേഡുകളും കൺഫ്യൂസ്ഡ് ആകരുത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് മെത്തേഡ്സ്. ഇതിൽ പ്രധാനമായിട്ട് ആദ്യം പഠിക്കാൻ പോകുന്നത് MBO എന്നാണ്. അതായത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇവിടെ ഇൻഡിവിജ്വൽ റേറ്റിങ്ങിന് പകരം എന്ത് ചെയ്യുന്നു? മാനേജ്മെൻറ്റ് അവരുടെ ഒരു ലക്ഷ്യം, അവരുടെ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നു. ആ ഗോള് സെറ്റ് ചെയ്തതിന് ശേഷം മെയിൻ ഗോൾ അത് സെറ്റ് ചെയ്തിട്ട് അതിന് സ്ഥാപനത്തിന് നേടാൻ പറ്റുന്നില്ലേ എന്നാണ് നോക്കുന്നത്. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു തരത്തിൽ ഇൻഡിവിജ്വലിനെയും ബാധിക്കും. ഞാൻ സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു കാറ് വിൽക്കുന്നൊരു കമ്പനിയാണെങ്കിൽ അവരിപ്പോൾ ഒരു മാസത്തിൽ 30 കാറ് വിൽക്കണമെങ്കിൽ ഒരു 10 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഓരോ എംപ്ലോയീസിനും 3 ആയിട്ട് വയ്ക്കുന്നു. എന്നിട്ട് ഇവർക്ക് കമ്പനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലോ. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അവരൊരു ഗോള് സെറ്റ് ചെയ്യും ആദ്യം തന്നെ. അതാണ് എസ്റ്റാബ്ലിഷ് ഗോള്. പിന്നെ അതുപോലെ ഡിസൈഡ് ഔട്ട്കംസ് ഓഫ് ഈച്ച് സബോർഡിനേറ്റ്. ഓരോരോ സബോർഡിനേറ്റിൽ നിന്നും എത്ര റിസൾട്ട് വരുന്നു അവർ മുൻകൂട്ടി പറയും. പിന്നെ പറയുന്നത് സെറ്റിംഗ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഞാൻ പറഞ്ഞില്ലേ, 30 കാറാണ് ഒരു മാസത്തിൽ വെക്കുകയാണെങ്കിൽ ഓരോരോ ആൾക്കുള്ള സ്റ്റാൻഡേർഡ് എത്രയാണ്? 3 കാർ വെച്ച് വിൽക്കണം എന്നുള്ളത്. എന്നിട്ട് അവർ എത്ര കാറ് വിറ്റു എന്നത് ഈ 3 കമ്പയർ ചെയ്യുന്നു. അതാണ് പറയുന്നത് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ഗോൾസ് വിത്ത് അറ്റൈൻഡ് ഗോൾസ് ബൈ എംപ്ലോയീസ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ന്യൂ ഗോൾസ് ആൻഡ് ന്യൂ സ്ട്രാറ്റജി ഫോർ ഗോൾസ് നോട്ട് അച്ചീവ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഒരു 30 കാറാണ് വിൽക്കാൻ പറഞ്ഞാൽ 25 കാറാണ് വിൽക്കാൻ പറ്റിയിട്ടുള്ളെങ്കിൽ കഴിഞ്ഞ ആ ഗോൾസിൽ നിന്നും കുറച്ചുകൂടി പുതിയൊരു സ്ട്രാറ്റജി അടുത്ത ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കും. ഇതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനം മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ആ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അടുത്ത ഇൻഡിവിജ്വലിന് വിഭജിച്ചു കൊടുക്കും. ഓക്കെ, അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇനി സൈക്കോളജിക്കൽ അപ്രൈസൽ നോക്കാം. ദീസ് അപ്രൈസൽ ആർ മോർ ഡയറക്റ്റഡ് ടു അസസ് ദ എംപ്ലോയീസ് പൊട്ടൻഷ്യൽ ഫോർ ദ ഫ്യൂച്ചർ പെർഫോമൻസ്. അതായത് ഇവരിവിടെ നോക്കുന്നത് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ പെർഫോമൻസ് ആണ്, റാദർ ദാൻ ദ പാസ്റ്റ് വൺ. അതായത് കഴിഞ്ഞ മാസത്തിൽ ആ എംപ്ലോയി എത്ര പെർഫോമൻസ് ചെയ്തു എന്നല്ല ഈ ഒരു അപ്രൈസിലൂടെ നോക്കുന്നത്. ഇനി അടുത്ത മാസം അയാൾ എങ്ങനെ പെർഫോം ചെയ്യും. അതായത് ഫ്യൂച്ചർ പെർഫോമൻസിനെ റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? സൈക്കോളജിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അസസ്മെൻറ്റ് സെൻ്ററാണ്. ഇത് ശരിക്കും മാനേജർമാർ ഉദ്ദേശിച്ചുകൊണ്ടാണ് അസസ്മെൻറ്റ് സെൻ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1943 US UK ഏറ്റവും കൂടുതൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാനേജേഴ്സ് വരുന്നു, അവർക്ക് നിരവധി ടാസ്കുകൾ കൊടുക്കുന്നു, അവർ ആ ടാസ്ക് പെർഫോം ചെയ്യുന്നു. അവർ ചെയ്യുന്ന ടാസ്ക് വളരെ കറക്റ്റാണെന്ന് നോക്കാൻ
വേണ്ടിയിട്ട് ട്രെയിനഡ് ഒബ്സർവേഴ്സ് ഉണ്ടായിരിക്കും. ഇത് അസസീസ്, അതായത് ഈ നോക്കുന്ന ആളുകൾ, അതായത് ട്രെയിനഡ് ഒബ്സർവേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഗ്രൂപ്പ്സ്. അവരോട് എന്ത് പറയും, ഈ മാനേജേഴ്സ് വർക്ക് ചെയ്യുന്ന വർക്ക് ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അവരൊപ്പം നിന്നിട്ട് അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അതാണ് അസസ്മെൻറ്റ് സെൻറ്ററുകൾ എന്ന് പറയുന്നത്. ഇനി 3 ഡിഗ്രി അപ്രൈസൽ ഉണ്ട്. ഈ 3 ഡിഗ്രി അപ്രൈസൽ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു എംപ്ലോയീസിൻ്റെ എല്ലാ തലത്തിലും, അതിൻ്റെ എല്ലാ സൈക്കോളജിക്കൽ, മെൻ്റൽ എല്ലാ ഏരിയസും അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അടക്കം ക്രോസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇത് 360 ഡിഗ്രി അപ്രൈസൽ എന്നുള്ളത്. പരീക്ഷകളിൽ ഇപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ആർ യൂസ്ഫുൾ ടു മെഷർ. ഇത് എന്തിനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഒന്നാമത് ഇൻ്റർപേഴ്സണൽ സ്കില്ല്. എന്താണ് ഇൻ്റർപേഴ്സണൽ സ്കില്ല്? ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തികളുമായിട്ട് എത്ര വേഗത്തിൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിലൂടെ സ്വന്തം സ്ഥാപനത്തിന് ലക്ഷ്യം നേടാൻ സാധിക്കാൻ പറ്റും. ഇതാണ് ഇൻ്റർപേഴ്സണൽ സ്കില്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നത് എത്ര ഉഷാറാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീം ബിൽഡിംഗ് സ്കില്ല് അയാൾക്ക് എത്രത്തോളം ഉണ്ട്. ഈ ഇത്രയും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ 360 ഡിഗ്രി അപ്രൈസിലൂടെ നോക്കുന്നത്. ഒന്ന് ടീം ബിൽഡിങ്, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈ. ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ എംപ്ലോയി എത്രത്തോളം, ഈ സബോർഡിനേറ്റ് അല്ലെങ്കിൽ മാനേജർ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നോക്കുന്നതാണ് 360 ഡിഗ്രി അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇത് ഒബ്സർവ് ചെയ്യാൻ ഇവിടെ പറയുന്നത് നോക്കാതെ മൾട്ടിപ്പിൾ റേറ്റേഴ്സ് മേ ബി ലെസ് അഡാപ്റ്റ് അറ്റ് പ്രൊവൈഡിങ് ദ ബാലൻസ്ഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ മൾട്ടി ഒബ്സർവേഴ്സിന് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇവരെ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇത് റിപ്പോർട്ട് നൽകും. ഓക്കെ, ഇനിയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, എ സീരീസ് ഓഫ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിലുള്ള തൊഴിലാളികളെ അവരുടെ മാനസികവും ശാരീരികവും അതുപോലെ തന്നെ അവരുടെ നോളജ്, സ്കില്ല് ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങളുണ്ട്, സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കാം, ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കാം, ഓപ്പർച്യൂണിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കാം, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഈ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. നോക്കാം എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ഒരു HRD ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ അവരുടെ കഴിവ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നാമത് പറയുന്നത് ട്രെയിനിങ് തന്നെയാണ്, എംപ്ലോയി ട്രെയിനിങ്. രണ്ടാമത് കരിയർ ഡെവലപ്മെൻറ്റ്. മൂന്നാമത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇവരെ പെർഫോമൻസ് മാനേജ് ചെയ്യാനൊരു പെർഫോമൻസ്, എംപ്ലോയീസിന് പെർഫോമൻസ് മോണിറ്റർ ചെയ്തിട്ട് അതിൻ്റേതായ കാര്യങ്ങൾ, അവർക്ക് പ്രൊമോഷനാണോ ട്രെയിനിങ് ആണോ അതിനൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ കോച്ചിങ്, മെൻറ്ററിങ് ഉപയോഗിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സക്സഷൻ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കീ എംപ്ലോയി ഐഡൻറ്റിഫിക്കേഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇത്രയും ആക്ടിവിറ്റീസുകൾ ആണ്. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ഈ ചിത്രം വരയ്ക്കുക, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. നോക്കൂ, ഒരു മാൻ പവർ പ്ലാനിംഗ് ഉണ്ട്, റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, റിട്ടൻഷൻ ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. മാൻ പവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് എത്ര തൊഴിലാളികൾ വേണമെന്ന് തീരുമാനിക്കുന്നതാണ് മാൻ പവർ പ്ലാനിങ്ങും. അവരെ സ്റ്റിമുലേറ്റ് ചെയ്ത് കമ്പനിക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. പിന്നെ കമ്പനിയിൽ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അയാളെ ജീവിതം, അയാളുടെ എത്രത്തോളം അയാളെ ഒരു എബിലിറ്റി കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്രത്തോളം ആ കമ്പനിയിൽ അയാളെ പിടിച്ചു നിർത്താൻ കൂടിയും ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് കഴിയണം. ഇതാണ് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, റിട്ടൻഷൻ. പിന്നെ അവരുടെ വിജയം, സക്സഷൻ, അതുപോലെ തന്നെ പ്ലാനിങ്, ടാലൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പോളിസി ആൻഡ് പ്രൊസീജിയർ. ഇതിനൊക്കെ ഈ പോളിസി പ്രൊസീജിയറൊക്കെ ഇതിലൂടെയൊക്കെ ഒരു എംപ്ലോയി കടന്നു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പോളിസി എങ്ങനെ ഫോളോ ചെയ്യണം, എങ്ങനെ അനുസരിക്കണം, എല്ലാ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാകും. പിന്നെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഏതൊരു കമ്പനിക്കും നല്ല കമ്പനികൾ, ഉദാഹരണത്തിന് ഇൻഫോസിസ്, അതുപോലെ തന്നെ റിലയൻസ്, ഈ കമ്പനികൾക്ക് നല്ലൊരു മാനേജ്മെൻറ്റ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. ആ സിസ്റ്റം ആയിരിക്കും ഓരോരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഗുണങ്ങളും ആ എംപ്ലോയീസിന് ലഭിക്കുക. അതുപോലെ തന്നെ ജോബ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് എന്താണ് ജോബ് ഇവാലുവേഷന്, അതുകൊണ്ടുള്ള ഗ്രേഡിങ്. ജോബ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് അവിടെ ലഭിക്കുക. പിന്നെ കോമ്പൻസേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം. കോമ്പൻസേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് HRDയിൽ അല്ലേ.
അതില്ലെങ്കിൽ തൊഴിലാളികളൊക്കെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യും, ആ സ്ഥാപനം വിട്ടിട്ട് പോകും. പിന്നെ പറയുന്നതാണ് എന്ത്, എംപ്ലോയർ ബ്രാൻഡ്, കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയി എൻഗേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പല ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിലൊക്കെ എംപ്ലോയീസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനു സഹായിക്കും, എംപ്ലോയി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് സഹായിക്കും. പിന്നെ മാൻ പവർ പ്ലാനിങ്, നമ്മൾ പറയും ഈ ചാനൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ഇത്രയും ആക്ടിവിറ്റീസ് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെട്ടതാണ്. ഇനി പറയുന്നത് എന്തിനാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വേണ്ടത്. നമ്മൾക്കറിയാം ഒരു സ്ഥാപനത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. ഒന്നാമത് ഇത് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഒന്നാമത് ലഭിക്കുന്നത് ആ സ്ഥാപനത്തിൽ നല്ലൊരു ഫ്രണ്ട്ലി എൻവിറോൺമെൻറ്റ് ഉണ്ടാവും. അത് അവിടുത്തെ വർക്കിനെ വളരെ സ്മൂത്ത് ആക്കാൻ സഹായിക്കും. രണ്ടാമത്തത് നല്ല ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസിനെ അത് സഹായിക്കും. എംപ്ലോയർ ആൻഡ് എംപ്ലോയി തമ്മിലുള്ള നല്ലൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിനെ ടു അറ്റൈൻ ദ സെൽഫ് ആക്ച്വലൈസേഷൻ, ഓരോരോ എംപ്ലോയീസിനും ഓരോരോ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ടായിരിക്കും, അതൊക്കെ നേടിക്കൊടുക്കാൻ കമ്പനിക്കും സാധിക്കും. പിന്നെ പറയുന്നത് എന്താണ്, കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എംപ്ലോയി ടാപ്പിംഗ് ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ക്രിയേറ്റീവ് എബിലിറ്റീസ് ഓഫ് ദ പീപ്പിൾ. ആ ഒരു എംപ്ലോയീസിൻ്റെ എബിലിറ്റിയെ അവർ പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്തുണ്ടെങ്കിൽ മാത്രം നല്ല ഒരു HRD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ. പിന്നെ പറയുന്നത് ഹെൽപ്സ് ഇൻ ആക്സിലറേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ദി എംപ്ലോയി, എംപ്ലോയീസിൻ്റെ വളർച്ചയ്ക്കും നല്ല HRDക്ക് സഹായകമാകും. പിന്നെ ഹെൽപ്ഫുൾ ഇൻ ദ ഡെവലപ്പിംഗ് സ്കിൽ ഓഫ് വർക്ക് ഫോഴ്സ്, അതായത് എംപ്ലോയീസിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ HRDക്ക് സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിൽ വരുന്നത്. ഇനി പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു HRD ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു HRD ഡെവലപ്മെൻറ്റ് വെക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത് പറയുന്നത് ക്യാപ്പബിലിറ്റീസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ എംപ്ലോയി ഇൻ റിലേഷൻ ടു ഹിസ് ഓർ ഹർ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ റോൾ. അതായത് ഒരു എംപ്ലോയീസ് അദ്ദേഹം ജീവിതത്തിൽ ഏത് ലക്ഷ്യമാണ്, ഏത് ഫ്യൂച്ചർ പോസ്റ്റിലേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കാൻ HRDക്ക് സഹായിക്കും. രണ്ടാമത് നല്ല സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ് ഉണ്ടാകും. പിന്നെ എന്ത് ചെയ്യും, എ കൊഹസീവ് ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഓഫ് വർക്കിംഗ്, നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വർക്കിംഗ് സെക്ടർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നല്ലൊരു എംപ്ലോയിക്ക് സ്ഥാപനത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിനൊരു കൂളിംഗ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ചിലയിടത്തേക്ക് കയറി കഴിഞ്ഞാൽ അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് കൊളാബറേഷൻ എമംഗ് ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് നല്ലൊരു റിലേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കും. ടു ഡെവലപ്പ് കൺസ്ട്രക്റ്റീവ് മൈൻഡ് ആൻഡ് ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ദി എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. പിന്നെ ഓർഗനൈസേഷൻ ഓവറോൾ ഹെൽത്ത് ആൻഡ് സെൽഫ് റിന്യൂവിങ് ക്യാപ്പബിലിറ്റീസ് വിച്ച് ഇൻ ദ ടേൺ ഇൻക്രീസ് ദ ഓർഗനൈസേഷണൽ ക്യാപ്പബിലിറ്റീസ് ഇൻ എ കോംപ്രഹെൻസീവ് മാനർ. അത് ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഹെൽത്ത്, നല്ല ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ എംപ്ലോയീസും കമ്പനിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒരൊറ്റ കാരണം അതിൻ്റെ പിറകിൽ HRD ആണ്, നല്ല HRD ആണ്. പിന്നെ ടു എൻഷുർ ബെറ്റർ ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഹയർ പ്രോഫിറ്റ്. നല്ല ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടായിരിക്കും, നല്ല പ്രൊഡക്ടിവിറ്റി ലഭിക്കും, സ്ഥാപനത്തിന് നല്ല പ്രോഫിറ്റ് ലഭിക്കും. ഇതാണ് ഒരു HRD ഉള്ളത്. HRD ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇനി നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി 5 യൂണിറ്റ് കൂടി നമുക്ക് തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 50% കവർ ചെയ്തു. ഓക്കെ, അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡിനേഷനാണ്. കോർഡിനേഷൻ നമ്മൾക്കറിയാം, കോർഡിനേറ്റ് ചെയ്യുക, അതൊരു 10 ആളുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. നോക്കാം, നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു 10 കുട്ടികളെ ടൂറ് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. എന്തായിരിക്കും കോർഡിനേറ്റർ? എല്ലാവരെയും ഏകോപിപ്പിച്ചിട്ട് നമ്മളെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നയിക്കുക. അതായത് ശരിക്കും നല്ലൊരു കോർഡിനേറ്റർ എന്ന് മനസ്സിലാക്കുന്നത് കുറേ താറാവ് കൂട്ടത്തെ കൊണ്ടുപോകുന്ന ഒരാളെ കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു താറാവ് ആ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റുകയാണെങ്കിൽ അയാളെ കോലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കെട്ട് ആ കൂട്ടത്തേക്ക് തന്നെ ഇടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോർഡിനേഷൻ. നോക്കാം, കോർഡിനേഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് വിച്ച് എൻഷ്യൂർ ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ഇൻ എ സിങ്ക്രണൈസേഷൻ. അതായത് ഒരു സ്ഥാപനത്തിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് വർക്ക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം ഒറ്റ
ചങ്ങലയിൽ കൊണ്ടുപോകുന്നതാണ് എന്ത് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദെയർഫോർ ദർ ഈസ് എ യൂണിറ്റി ഓഫ് ആക്ഷൻ. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് എന്ത് യൂണിറ്റി ഓഫ് ആക്ഷൻ എമംഗ് ദ എംപ്ലോയീസ് ഗ്രൂപ്പ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് കോർഡിനേഷൻ്റെ വളരെ കാതലായിട്ടുള്ള വേർഡാണ് എന്ത് യൂണിറ്റി ഓഫ് ആക്ഷൻ എമംഗ് ദ എംപ്ലോയീസ് ഗ്രൂപ്പ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കോർഡിനേഷൻ കണ്ട 4 വർക്കിനെയും ഈ 4 ആളുകൾ 4 സൈഡിലേക്ക് തിരിഞ്ഞു നിന്നാൽ ഇത് കോർഡിനേഷൻ നടക്കുമോ? നടക്കില്ല. അപ്പോൾ കോർഡിനേഷന് വേണ്ടുന്ന ഇൻറ്റഗ്രേറ്റ് ഓഫ് എഫേർട്ട് ഓഫ് എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിൻ്റെയും വർക്ക് എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം, ഓൺ ഗോയിങ് പ്രോസസ്സ്, പെർവേഴ്സീവ് ആക്ഷൻ ഫങ്ഷൻസ്, ഡെലിബറേറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതാണ് കോർഡിനേഷൻ. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഈ കോർഡിനേഷന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രിൻസിപ്പിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് 4 മാർക്ക് സെക്ഷനിൽ ചിലപ്പം ചോദിക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ. വളരെ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും നമ്മളതൊന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. നോക്കുക, മാരി പാർക്കർ ഫോളറ്റ് ഹാസ് ഫോർമുലേറ്റഡ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഫോർ ദി ഇഫക്റ്റീവ് കോർഡിനേഷൻ. നല്ലൊരു കോർഡിനേഷന് എന്തെല്ലാം പ്രിൻസിപ്പിൾസ് വേണമെന്നത് മാരി പാർക്കർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ട് ഉണ്ട്. അതെന്തൊക്കെയാണ് നോക്കാം. ഒന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ഏർലി ബിഗിനിങ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ തുടങ്ങണം. നമ്മൾ ആ താറാവിനെ ഏറ്റു പോകുന്ന ഒരു 10-400 താറാവിനെയോ അല്ലെങ്കിൽ ചെമ്മരിയാടുകളെ ഏറ്റു പോകുന്ന ഒരു ഷെപ്പേഡിനെ ആലോചിച്ചാൽ മതി. ആടുകൾ കുറേ തെറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോയി കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഒരിക്കലും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ ആൾ തെറ്റുമ്പോഴേക്ക് തന്നെ അതിനെ പിടിച്ച് കൂട്ടിക്ക് തന്നെ എടുത്തിടാൻ കഴിയണം. ആ റോയിലേക്ക് തന്നെ ഫില്ല് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ എന്ത് ചെയ്യണം? വളരെ നേരത്തെ തുടങ്ങണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. രണ്ടാമത് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്റ്റ് ആണ്. ഈ കോർഡിനേഷനിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒരു എംപ്ലോയീസ് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവരായിട്ട് ഡയറക്റ്റ് തന്നെയായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പിന്നെ റെസിപ്രോക്കൽ റിലേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ റെസിപ്രോക്കലായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻസ് ഉണ്ടായിരിക്കണം, എന്നാലാണ് ഈ കോർഡിനേഷന് സക്സസ് ആവുകയുള്ളൂ. പിന്നെ പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരിക്കലും കോർഡിനേഷൻ എന്ന പ്രോസസ്സ് ഒരിക്കലും നമുക്ക് നിർത്താനേ പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. പ്രധാനമായിട്ടും സൂപ്പർവൈസർമാരെയും ഫോർമാൻ്റെയും മെയിൻ പരിപാടി സൂപ്പർ മാർക്കറ്റിലൊക്കെ കോർഡിനേഷൻ. ഓരോ റാക്ക് അവരിങ്ങനെ നോക്കി എവിടെയെങ്കിലും റാക്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ ഫില്ല് ചെയ്യിപ്പിക്കും. അതാണ് കണ്ടിന്യൂസ് പ്രോസസ്സ്. അതുപോലെ തന്നെ ആക്ഷൻ പ്ലാൻസ് ഈസ് ദ ഫണ്ടമെൻ്റൽ എലമെൻറ്റ് ഓഫ് ഓൾ കോർഡിനേഷൻ ആക്ടിവിറ്റീസ്. ഏതൊരു കോർഡിനേഷൻ ആക്ടിവിറ്റീസ് നല്ലൊരു ആക്ഷൻ പ്ലാന് നിർബന്ധമാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. ഒരു ആക്ഷൻ പ്ലാന് നിർബന്ധമാണ് ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റീസിന്. ഓക്കെ, ഇത് നമുക്ക് കാണാൻ പറ്റും. ദ ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്സുകൾ നിങ്ങൾക്ക് നോക്കാം. നല്ല സൗണ്ട് പ്ലാനിങ്, നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം. എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് നല്ല ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ ആയിരിക്കണം. അതായത് ആരിൽ നിന്നാണ് ഡയറക്ഷൻ സ്വീകരിക്കേണ്ടത്, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എംപ്ലോയീസിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് അറിയണം. അതുതന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ സിംപ്ലിഫൈ ആയിരിക്കണം. പിന്നെ കോർഡിനേഷൻ ബൈ കമ്മിറ്റീസ് ഉണ്ടായിരിക്കണം. എന്നാൽ സെൽഫ് കോർഡിനേഷൻ കൂടി വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഞാൻ അങ്ങനെ വർക്ക് ചെയ്യും, ഇത് തെറ്റാണ്, നിങ്ങൾ ഇന്നെ ശരിയാക്കണം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ, എംപ്ലോയീസ് വളരെ ശ്രദ്ധയോടെ ആ കോർഡിനേഷൻ പോളിസീസ് ശരിക്കും പഠിക്കണം. അതായത് ഇപ്പോൾ റാക്ക് ഫില്ലേഴ്സ് ആണ് സൂപ്പർ മാർക്കറ്റിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു 3-4 പീസ് എന്തെങ്കിലും സാധനം കുറവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫില്ല് ചെയ്യണം. അല്ലാതെ എൻ്റെ സൂപ്പർവൈസർ കോർഡിനേഷൻ ചെയ്യാൻ നടക്കുമ്പോൾ ആ ഫില്ല് കണ്ടെത്തിയിട്ട് എന്നോട് ഫില്ല് ചെയ്യാൻ പറയട്ടെ എന്നതിന് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് രണ്ടാളും നടത്തണം, സുപ്പീരിയറും ആൻഡ് സബോർഡിനേറ്റ്. ഇഫക്റ്റീവ് ഡീൽ ലീഡർഷിപ്പ് ആൻഡ് സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെയിൻ ഓഫ് കമാൻഡ്. പിന്നെ ഇൻ്റർ കോർഡിനേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്സും ഇൻ്റർ കോർഡിനേഷനും വേണം. പിന്നെ ലൈസൺ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. എന്തെങ്കിലും കോർഡിനേഷൻ ചെയ്യുമ്പോഴായിരിക്കും ചില ആളുകൾക്ക് കച്ചറ ഉണ്ടാകുക, ഞാനിങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ഔട്ട് ചെയ്യാൻ ലൈസൺ ഓഫീസർമാർ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ജനറൽ സ്റ്റാഫ് ആൻഡ് കോഓപ്പറേഷൻസ്, സ്റ്റാഫുകൾ തമ്മിൽ നല്ല കോഓപ്പറേഷൻസ് ഉണ്ടായിരിക്കണം. ദെൻ വോളണ്ടറി കോർഡിനേഷൻ. ഇപ്പോഴും പറയുന്നത് വോളണ്ടറി കോർഡിനേഷൻ. നമ്മളെ കൊറോണനെ കൊണ്ട് പറഞ്ഞ മാതിരി കൊറോണ നമ്മൾ
കൺട്രോൾ ചെയ്യാൻ നമുക്ക് കൊറോണ പെട്ടെന്ന് പിടിക്കും. അതുപോലെ തന്നെയാണ് ഈ കോർഡിനേഷൻ്റെ കാര്യവും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാനിങ് ആണ്. വി ഓൾറെഡി നോ വാട്ട് ഈസ് പ്ലാനിങ്. പ്ലാനിങ് ഏതൊരു കമ്പനിയുടെയും നിങ്ങൾ ഈ ബുക്കിൻ്റെ പുറത്തൊക്കെ തല തിരിഞ്ഞിട്ടാണ് ഇതിൽ ടോപ്പിക്സുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ശരിക്കും പ്ലാനിങ് ആദ്യം തുടങ്ങണം. നമ്മളിപ്പോൾ ഓർഗനൈസിങ് കഴിഞ്ഞു, ഡയറക്റ്റിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം, ഇപ്പോൾ കോർഡിനേഷൻ്റെ കഴിഞ്ഞു, ഇനിയായിട്ട് പ്ലാനിങ്. ഇതാണ് ആദ്യം വരേണ്ടത്. എന്നാലും പ്ലാനിങ്ങും കോർഡിനേഷനും തമ്മിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പ്ലാനിങ് ശരിക്കും നടക്കുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുന്നത് കോർഡിനേഷനാണ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് എന്താണ് ഇവിടെ പറയുന്നുണ്ട്. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈഡിങ് വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ഫ്യൂച്ചർ എന്നും കൂടി അർത്ഥമുണ്ട് അല്ലേ. പ്ലാനിങ് എന്താ പറഞ്ഞാൽ ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ ഇൻ അഡ്വാൻസ്. എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കലാണ് എന്ത് പ്ലാനിങ്. അത് നടപ്പാക്കിയിട്ട് ആ പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നുണ്ടോ എന്നിങ്ങനെ ആ പ്രവൃത്തിയിൽ ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞ ഷെപ്പേഡിനെ ഓർത്താൽ മതി. ചെമ്മരിയാടായിട്ട് പോകുമ്പോൾ ആ ഓൺ ട്രാക്കിക്ക് ആടുകളെ ഇങ്ങനെ ആക്കുന്നതാണ് ശരിക്കും എന്ത് കോർഡിനേഷൻ. അപ്പോൾ പ്ലാനിങ് നടപ്പാക്കി കഴിഞ്ഞാൽ ആ പ്ലാനിങ് നടക്കാൻ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്ത് കോർഡിനേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ ഡിസൈഡിങ് വാട്ട് ഇറ്റ് ഡു ആൻഡ് ഹൗ, where and when a specific work has to be done and complete a task successfully. Planning is important to process a project and get the expected result in a allocated time and budget. Few points that describe why planning is essential for an organization. ഒരു ഓർഗനൈസേഷന് പ്ലാനിങ് എത്രത്തോളം എസെൻഷ്യൽ ആണെന്ന് പറയാനുള്ള കാരണം എന്താ നോക്കാം നമുക്ക്. It assists the management and employees to enhance the future production. അപ്പോൾ പ്ലാനിങ് എന്തിനെ സഹായിക്കുന്നു? മാനേജ്മെൻറ്റിനെയും എംപ്ലോയിനെയും സഹായിക്കുന്നു അവരുടെ ഭാവിയിലുള്ള ഉൽപ്പാദനം കൂട്ടാൻ വിത്ത് പ്ലാനിങ്. ഇറ്റ് റെഡ്യൂസസ് റിസ്ക് ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന റിസ്ക്കും അപ്രതീക്ഷിതമായി വരുന്ന പല കാര്യങ്ങളും ഒഴിവാക്കാൻ നമുക്ക് പ്ലാനിങ് സഹായിക്കും. ഇറ്റ് ഗീവ്സ് എ സ്ട്രക്ചർ ടു ദ വർക്ക് ഫ്ലോ ഓഫ് ദ ബിസിനസ്സിൻ്റെ വർക്ക് ഫ്ലോയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമുക്ക് പ്ലാനിങ്ങിന് കഴിയും. ഫസ്റ്റ് ഈ വർക്ക് ചെയ്യണം, പിന്നെ ഈ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാക്കാൻ സഹായിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ എംപ്ലോയീസ് വർക്ക്. അതുപോലെ എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ എന്തുണ്ടായിരിക്കും, ഒരു ഡയറക്ഷൻ, നിർദ്ദേശം പ്ലാനിങ്ങിന് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഡിസ്റ്റിങ്ക്യൂഷ് ആൻഡ് റെക്കഗ്നൈസ് ദ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഭാവിയിൽ വരുന്ന ത്രെഡ്സുകൾ എല്ലാ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടിയിട്ട് പറഞ്ഞു തരാൻ സഹായിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ പ്ലാനിങ്ങും അതിൻ്റെ. പ്ലാനിങ് എന്നാ പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിങ്. ഇനി അതിൽ വരുന്നതാണ് കോർഡിനേഷൻസ്. പ്ലാനിങ്ങിനായിട്ട് കണക്റ്റഡ് ആണ് കോർഡിനേഷൻ. നിങ്ങളായിരിക്കും ഒരു ഷെപ്പേർഡ് തീരുമാനിക്കുക ഒരു റോട്ടിൽ 1000 ആടുകളെ കൊണ്ടുപോകണം ഇന്ന് വളരെ കൃത്യമായിട്ട് 10:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അത് എന്തായാലും എത്തും എന്ന് വിചാരിക്കും, ഒരു രാവിലെ 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ. പക്ഷെ അതിൽ ഏതെങ്കിലും ഈ വലിയൊരു റോഡിലൂടെ 100 ആടുകൾ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ 100 ചെമ്മരിയാടുകൾ പോകുമ്പോൾ, അതിനെ ട്രാക്കിലേക്ക് പോകുമ്പോൾ ആ പ്ലാൻ അനുസരിച്ച് പിന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ആ ആടിനെ പിടിച്ച് രണ്ടാമത് ട്രാക്ക് എടുക്കുമ്പോൾ ടൈം പോകും. അപ്പോൾ ആ പ്ലാനിങ്ങിനെ രക്ഷിക്കുന്ന ഒന്നാണ് എന്ത്, കോർഡിനേഷൻ. കോർഡിനേഷൻ ഇല്ലെങ്കിൽ പ്ലാനിങ് എന്താവില്ല, സക്സസ് ആവില്ല. നോക്കുക, the coordination is the integration and unification and bringing together of the efforts of the department to provide a unity of action for pursuing the common goal. അതായത് യൂണിറ്റി ഓഫ് ആക്ഷനിലൂടെ ഈ പ്ലാനിങ്ങിലുള്ള ആക്ടിവിറ്റീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂണിഫൈ ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് എന്ത് കോർഡിനേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. എ ഫോഴ്സ് ദാറ്റ് മീൻസ് ദ ഓൾ അതർ ഫങ്ഷൻ ഓഫ് ദ management of an organization endeavor to achieve the optimum coordination through the basic functions of planning, organizing, staffing, directing and controlling. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നോക്കൂ, ഈ കോർഡിനേഷൻ വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. അങ്ങനെ പ്ലാനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സിക്യൂഷൻ ടൂളാണ് ശരിക്കും കോർഡിനേഷൻ എന്ന് പറയുന്നത്. അത് ഒരു യൂണിഫോമിറ്റി ആക്ഷനിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നടക്കാൻ പറ്റുള്ളൂ. അതിന് വളരെ ചിലവ് കൂടാണ് കോർഡിനേഷന്. അപ്പോൾ അത് കൂടിയും കമ്പനി എന്ത് ചെയ്യണം, ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഓക്കെ, ഇനി അടുത്തതാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് വളരെ സിമ്പിളായിട്ട് കാര്യമാണ്. ജസ്റ്റ് ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. വളരെ കമൻറ്റിംഗ് ആണ് എന്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, direction is the direction of management is refers to the process of instructing, നിർദ്ദേശിക്കുക, ഗൈഡ് ചെയ്യുക, വഴികാട്ടുക, counsel and motivating the leading people in the organization to achieve its objective. It is one of the key managerial functions performed by the every manager.
ഓരോ മാനേജർമാർ പെർഫോം ചെയ്യുന്നത് എന്ത് ചെയ്യുക, കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഗൈഡിങ്ങും കൗൺസിലിങ്ങും നൽകുന്ന ഓരോ ആക്ടിവിറ്റീസാണ് എന്ത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷൻ്റെ സ്കോപ്പ് എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ്? ഒന്നാമത് പറയുന്നത് എംപ്ലോയി ഓറിയൻറ്റേഷനാണ്. എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാഞ്ഞാൽ അവർ വേറെ എവിടെയെങ്കിലും പോയി നോക്കി നിൽക്കും. അതാണ് എംപ്ലോയി ഓറിയൻറ്റേഷനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഇത്, നിർദ്ദേശങ്ങളാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന നിർദ്ദേശങ്ങളാണ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ സൂപ്പർവിഷനാണ്. ഇൻസ്ട്രക്ഷനിലൂടെ കൃത്യമായിട്ട് എന്താണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, നല്ല സൂപ്പർവിഷനാണ്, സൂപ്പർവൈസേഷനാണ്, സൂപ്പർവൈസിങ് ആണ് ചെയ്യുന്നത്. പിന്നെ മോട്ടിവേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വലിയൊരു ഏരിയയാണ് നമുക്ക് മോട്ടിവേഷൻ പഠിക്കേണ്ടത്. മോട്ടിവേഷനും ഡയറക്ഷൻ്റെ ഒരു ഭാഗമാണ്. മോട്ടിവേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് പ്രോബ്ലം ഫോർ ദ മാനേജ്മെൻറ്റ് ഇസ് ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ. ഇങ്ങനെന്താ മോട്ടിവേറ്റ് ചെയ്യാനാണ്, തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുക, അവരെന്ത് ചെയ്യുക, എനർജറ്റിക് ആക്കുക, അവരെ ഇൻസ്പയർ ചെയ്യുക. മോട്ടിവേഷൻ മീൻസ് ഇൻസ്പയറിങ് ദ എംപ്ലോയി ടു ഡു വർക്ക് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന എന്തിനെ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാം. മാനേജ്മെൻറ്റ് ഹാസ് ടു ഇൻഡ്യൂസ് ദി എംപ്ലോയി ടു യൂട്ടിലൈസ് ഹിസ് ടാലൻറ്റ് ആൻഡ് സ്കിൽ ടു കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷണൽ ഗോൾ. അതായത് ഓർഗനൈസേഷൻ്റെ ഗോള് നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയീസിൻ്റെ സ്കില്ല് ചെയ്യാൻ വേണ്ടി അതിനെ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യുക. ഈ ആക്ടിവിറ്റീസിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, മോട്ടിവേഷൻ എന്ന് വിളിക്കാം. നോക്കുക, മോട്ടിവേഷൻ, ഇനി മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. മോട്ടിവേഷൻ ഈസ് ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മോട്ടീവ് എന്ന വേർഡിൽ നിന്നാണ് മോട്ടിവേഷൻ ഉണ്ടായിട്ടുള്ളത്. വിച്ച് മീൻസ് നീഡ്സ്, ഡിസയർ, വാണ്ട്സ്, ഡിറൈവ് വിത്തിൻ എ ഇൻഡിവിജ്വൽ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്, ഇവിടെ നിന്നാണ് നമുക്ക് ഉത്തരം പഠിക്കേണ്ട. മോട്ടിവേഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്താണ് പറയുന്നത് മോട്ടിവേഷന്? മോട്ടിവേഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദ പീപ്പിൾ. എന്താണ്, തൊഴിലാളികളെ സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ടു ആക്ഷൻ, ടു അക്കംപ്ലിഷ് ദ ഗോൾ നേടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെ മോട്ടിവേഷൻ എന്ന് പറയുക. ഇൻ ദ വർക്ക് ഗോൾ കോണ്ടെക്സ്റ്റ് ദ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റിംഗ് ദ പീപ്പിൾസ് ബിഹേവിയർ ക്യാൻ ബി. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്? ഒന്ന്, ഡിസയർ ഫോർ മണി. ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പണം ലഭ്യമാക്കും. പിന്നെ അവരുടെ ലൈഫിലെ സക്സസ്, അവർക്ക് അംഗീകാരം കിട്ടുക, ജോബിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ടീം വർക്ക്, ഇത്രയും കാര്യങ്ങൾക്കാണ് മോട്ടിവേഷൻ നൽകുന്നത്. ദ പ്രോസസ് ഓഫ് മോട്ടിവേഷൻ കൺസിസ്റ്റ് 3 സ്റ്റേജസ്. ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന്, ഫെൽറ്റ്, നീഡ് ഓർ ഡ്രൈവ്. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ അവർക്ക് എംപ്ലോയീസിന് കിട്ടും എന്നത് എന്ത് ചെയ്യാൻ കഴിയണം, അവരെ അറിയിക്കാൻ കഴിയണം. അവരെ ആ ആവശ്യം അവരെ തോന്നിപ്പിക്കണം, ആ നീഡ്. പിന്നെ സ്റ്റിമുലസ് വിച്ച് നീഡ്സ് ടു ബി അറൗസ്ഡ്. അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഒരു സ്റ്റിമുലസ്, ഒരു പ്രേരക ശക്തി നമ്മൾ കണ്ടെത്തണം. അത് പൈസ ആകാം, പൈസ അല്ലാത്തതാകാം. പിന്നെ വെൻ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫാക്ഷൻ ഓർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഗോൾസ്. അതോടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നീഡ്സ്, എംപ്ലോയീസിന് നീഡ്സും കിട്ടും, കമ്പനിയുടെ ലക്ഷ്യം നേടാനും സഹായിക്കും. ഇതാണ് മോട്ടിവേഷന്. മോട്ടിവേഷൻ ഒന്നും അറിയാത്ത, മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദ എംപ്ലോയി ടു ഡു വർക്ക് സക്സസ്ഫുള്ളി. ഇനി നമ്മൾ കുറച്ച് തിയറീസ് ആണ് പഠിക്കുന്നത്. അതായത് അടുത്ത ക്ലാസ്സിൽ എടുക്കുക വിചാരിച്ച് എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ദ ക്ലാസിക്കൽ തിയറീസ് ഓഫ് മോട്ടിവേഷനെ കുറിച്ച് കുറച്ച് ക്ലാസിക്കൽ തിയറീസ് പഠിക്കാണ്ട്. ഒരു തിയറി ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ആ തിയറിയുടെ മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി, പിന്നെ ഹെക്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, അതുപോലെ തന്നെ തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഈ 3 തിയറികളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യുക. ഇതൊരു ഹ്യൂജ് വീഡിയോ ആണ്, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.